മൂന്നാഴ്ച എവിടെയായിരുന്നു ചോദിക്കുന്ന ആൾക്കാരോട് 3 ആഴ്ചയും ഈ ഒരു എക്സാമിൻ്റെ തിരക്കിലാണ് ഈ ഒരു എപ്പിസോഡൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. ഞാൻ ഇന്ന് 14th June 2025 ഈ ഒരു എപ്പിസോഡ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഈ ഒരു 3 ആഴ്ച ശരിക്കും കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നടന്നു. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടു വിൻ ദെയർ ഫസ്റ്റ് കപ്പ് ഇൻ 18 years. ഓക്കെ, പക്ഷേ ദ സാഡ് തിങ് ഇസ് ദാറ്റ് 50 people are injured, 11 people are found dead during this ഈ ഒരു കപ്പ് കാണിക്കുന്നതിൻ്റെ ഒരു ഷോ. And I guess this is not something that should be done within 1 day or 2 days. Like it should have been taken time, like should be given like people to on the cool down hour, because it's RCB, it's Bangalore, and we know how like എന്താ പറയുക ഈ ഒരു സാധനം how much they're crazy about, and they're crazy about Royal Challengers Bangalore, especially the people in Bangalore. And ഇത് അവർക്കൊരു 3-4 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് അവർക്ക് ഈ നടത്താം ഈ ഒരു ഷോ എന്നൊക്കെ. ഓക്കെ, ബട്ട് 11 people are found dead and rest in peace to all of them, and that is the first thing I want to say. And അടുത്ത കോവിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 7400 കേസുകളാണ് ടിൽ ഡേറ്റ് നൗ റിപ്പോർട്ടഡ്, ആൻഡ് സഡൻ സ്പൈക്കാണ്. ഫ്രം 2000 it went to around 5,000, 6,000, now 7,000, 7,400. 9 people are dead because of COVID, and rest in peace to them as well. ആൻഡ് രണ്ടാമത് നമ്മളെ കേരളത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് 2 കപ്പലുകളാണ് ഇങ്ങനെ അറബിക്കടൽ, ഒന്ന് കോഴിക്കോടിൻ്റെ അവിടെയും ഒന്ന് തിരുവനന്തപുരത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഇടന്ന് 2 കപ്പലിൻ്റെ ഇഷ്യൂസാണ്. ആൻഡ് അതിൻ്റെ ഒരു കപ്പലെന്ന് വെച്ച് കഴിഞ്ഞാൽ MSC എൽസ, അത് 3 മുങ്ങിപ്പോയതാണ്. MSC എൽസ 3 അത് മുങ്ങിപ്പോയ ഒരു കപ്പലാണ്. പിന്നെ രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീ പിടിച്ച ഒരു ഇത്. ആൻഡ് എന്തു പറയുക, ആൻഡ് രണ്ടും അത് കേരളത്തിൻ്റെ അവിടെ തന്നെയാണ് നടക്കുന്നത്. കുറേ ആൾക്കാർ പറയുന്നു ഇത് നമുക്ക് എന്തോ വരുന്ന ഒരു പണിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമുക്കറിയില്ല എന്താണെന്ന്. ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ഇതിൻ്റെ പിറകിൽ നടന്നിട്ടില്ല. ഓക്കെ, ആൻഡ് ആമിർ ഫ്രം ലിബിയ, കേട്ടിട്ടുണ്ടോ ആമിർ എന്ന ഒരു പേര്? ഹീസ് എ ലിബിയൻ നാഷണാലിറ്റി. സോ ഹജ്ജ് നടക്കുന്ന ഒരു സീസണാണ് ഈ ഒരു സീസൺ. സോ ഈ ഹജ്ജിന് വേണ്ടി ആമിർ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ പോവാണ്. അപ്പോൾ എന്തോ ഒരു സെക്യൂരിറ്റി റീസൺ കാരണം ആമിറിനെ അവർ അലൗ ചെയ്തില്ല. അപ്പോൾ ഫ്ലൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു, ഫ്ലൈറ്റ് എടുത്തു. ആൻഡ് തിരിച്ചൊരു മെക്കാനിക്കൽ ഇഷ്യൂ കാരണം തിരിച്ച് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അതേ ഫ്ലൈറ്റ് തന്നെ എന്തൊക്കെ ഇഷ്യൂ സോൾവ് ആയിട്ട് തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അഗെയിൻ ആ ഒരു സമയത്ത് ആമിറിനെ സെക്യൂരിറ്റി റീസണെല്ലാം കഴിഞ്ഞ് കൊണ്ടുവന്നു വെച്ചു. അപ്പോൾ പൈലറ്റ് പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, പൈലറ്റ് വീണ്ടും ടേക്ക് ഓഫ്, അതായത് ഡോർസൊന്നും ഓപ്പൺ ആക്കാൻ പറ്റില്ല, ഫ്ലൈറ്റ് പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല, ഫോർ ബ്രിങ്ങിങ് ദ പാസഞ്ചർ വി ആർ ജസ്റ്റ് ഗോണ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞു. ദേ ഗോ ടേക്ക് ഓഫ്, അഗെയിൻ ദ ഫ്ലൈറ്റ് റിട്ടേൺസ് ബിക്കോസ് ഓഫ് സം മെക്കാനിക്കൽ ഇഷ്യൂ. എന്നിട്ട് പൈലറ്റ് സേസ് ഓക്കെ ആമറിനെ ഇല്ലാതെ നമ്മൾ ഹജ്ജിന് പോകുന്നില്ല. അതായത് അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള കാര്യങ്ങൾ നമ്മൾ ദിസ് സംതിങ് യു ഷുഡ് ടേക്ക് എ പോസിറ്റീവ് ലെസൺ ഫ്രം ഈ ഒരു ലെസൺ നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇഫ് ഇറ്റ്സ് ഫോർ ഇറ്റ് വിൽ കം ബാക്ക് whenever it wants. Just hard work for it. ഇതൊരു ഹാർഡ് വർക്കില്ല, just wait and hard work for whatever you want in your life, you will get it. Okay, അത് കഴിഞ്ഞ് നമ്മൾ GCC കൺട്രീസിൽ എത്ര താപനില വരെ പോവാണ്, 50 degree Celsius വരെയാണ് പോകുന്നത്. എസ്പെഷ്യലി UAE. ഇന്ന് RJ ഫസ്റ്റിൽ വിട്ട ഒരു വീഡിയോ ഉണ്ട്. ആൻഡ് നമ്മളെ കാറിലുള്ള ഫോൺ ഹോൾഡർ ഇങ്ങനെ പ്ലാസ്റ്റിക്കിന് ഉരുവി ഇങ്ങനെ കാർസിൻ്റെ ഈ വണ്ടിയുടെ വിൻഡോയിലൊക്കെ ഈ പ്ലാസ്റ്റിക് ഉരുവി എത്തിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ആൻഡ് ഇതിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുണ്ട്, ഈ ബിൽഡിങ്ങിൻ്റെ ഗ്ലാസ് ക്ലീൻ ആക്കുന്ന പ്രവാസികളുണ്ട്, ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഇരിക്കുന്ന പ്രവാസികളുണ്ട്, ഗ്രോസറി വർക്ക് ചെയ്യുന്ന, റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്യുന്ന, ഇവരെല്ലാവരും ഈ ഡെലിവറിക്ക് പോകുന്ന ആൾക്കാരും ഈ ഡെലിവറി ഡ്രൈവേഴ്സ് ആയാലും ലൈക്ക് എവ്രി വൺ ആസ് എ പ്രവാസി ഈ ചൂടത്ത് പുറത്ത് നടക്കുന്നതും ഈ പുറത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളെ നമ്മൾ ശരിക്കും ഹാറ്റ്സ് ഓഫ് ടു ദം. ആൻഡ് ഈ ബസ് ഡ്രൈവേഴ്സ് ആട്ടെ, അവർക്ക് നമ്മൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ ബസ് ഡ്രൈവർക്ക് അവരെ മറ്റേ പിറകിലൊക്കെ ഇത് നമ്മളെ ഈ ബാക്കൊക്കെ ഇത് വേർത്ത് കുളിച്ച്, നമ്മുടെ ഈ വൈറ്റ് ഷർട്ടാണ് കിട്ടി, വേർത്ത് കുളിച്ച് വേർപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു എവരി വൺ ഹൂ ഈസ് വർക്കിംഗ് ഇൻ ദിസ് ഹോട്ട്നെസ്. ആൻഡ് അവർ ഇപ്പോൾ എന്തോ ദുബായ് UAE ഗവൺമെൻറ് എന്തോ ഇടയിലൊരു ബ്രേക്ക് ഫ്രം 12 to 3:30 I guess, ആ ഒരു ചൂടൊന്ന് കൂൾ ഡൗൺ ആവുമെന്നുള്ള ഒരു ഇതാണ്. ഇപ്പോൾ സൺറൈസ് നേരത്തെയാണ്, സൺസെറ്റ് ലേറ്റാണ്. ആൻഡ് ദാറ്റ്സ് എ സമ്മർ സീസൺ നോക്കിയുമ്പോൾ ഈ പാകിസ്ഥാനി മാംഗോയ്ക്ക് വരുന്ന ഒരു സമയമാണ് സമ്മർ സീസൺ. ആൻഡ് ദാറ്റ് പാകിസ്ഥാനി മാംഗോ ഇസ് ലിറ്ററലി ലൈക്ക് എന്താ പറയുക, ഇറ്റ്സ് സോ ഗുഡ്. ആൻഡ് ഈ പാകിസ്ഥാനി മാംഗോ വെച്ച് നമുക്ക് ഈ ലസ്സിയൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കായിരുന്നു, പറഞ്ഞില്ലേ, ലസ്സിയൊക്കെ ഉണ്ടാക്കായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ ആമിറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ലിബിയ ആമിർ ഹജ്ജിന് വന്ന് നമുക്ക് വേറൊരു ഹജ്ജിൻ്റെ കഥ പറയാം. 108 ആൾക്കാരെയാണ് സൗദി പോലീസ് അറസ്റ്റ് ചെയ്തത്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഏതോ രാജ്യത്തിൽ നിന്ന്
ഈ ട്രക്കിൻ്റെ നമ്മൾ ഈ സിമൻറ്റ് ചാക്ക് കൊണ്ടുവന്ന ട്രക്കിൻ്റെ അകത്ത് ഇവരൊരു കേജ്, ഒരു ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സാധനം ബിൽഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു കേജ് ബിൽഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ മറ്റേ ഈ കല്ലൊക്കെ ഇട്ട് മറ്റേ സിമൻറ്റ് ഗ്രീൻ കളർ തുണിയൊക്കെ ഇട്ടിട്ട് ഈ കല്ല് കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോകണം. അപ്പോൾ എവിടെയെങ്കിലും ഒരുത്തവൻ ചോർത്തി കാണും. സൗദി പോലീസ് നോക്കിയപ്പോൾ 108 ആൾക്കാരാണ് ആ ട്രക്കിൻ്റെ അകത്ത് ഇരിക്കുന്നത്, ആ ഒരു കാരിയറിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അതിൻ്റെ അവരെല്ലാവരെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അനദർ സാഡ് ന്യൂസ് ഇസ് ദാറ്റ് ഖത്തർ ടു കെനിയയിൽ, അത് ഖത്തറിൽ നിന്ന് കെനിയയിലോട്ട് ഒരു ടൂറിസ്റ്റ് ആൾക്കാർ പോയിരുന്നു. 6 ആൾക്കാരാണ് മരിച്ചത്. ആൻഡ് അതിലൊരു മലയാളി ഇൻക്ലൂഡഡ് ആയിരുന്നു. ആൻഡ് ഇറ്റ്സ് ബിക്കോസ് ഒരു ബസ് മറിഞ്ഞു പോയതാണ് ഒരു റീസൺ. ആൻഡ് വേറൊരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിൽ എല്ലാണ്ടിയുടെ അടുത്ത് ഒരു മെട്രോ ട്രാക്ക് കൊളാപ്സ് ചെയ്ത് ഒരാൾ മരിച്ചെന്ന ഒരു ന്യൂസും കൂടിയാണ് നമ്മൾ കേൾക്കുന്നത്. സോ റെസ്റ്റ് ഇൻ പീസ് ടു ഓൾ ഓഫ് ദം. ഐ മീൻ ലോട്ട് ഓഫ് ന്യൂസസ് നമുക്ക് കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപകടം കൊണ്ട് ആൾക്കാർ മരിക്കുന്ന ന്യൂസുകളാണ്. സ്റ്റേ സേഫ് ആൻഡ് യാത്ര ചെയ്യുമ്പോൾ ഒരു സേഫായിട്ട് യാത്ര ചെയ്യുക. ഓക്കെ, ആൻഡ് നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇസ് ഇറ്റ് എയർ ഇന്ത്യ ഓർ ഇസ് ഇറ്റ് ബോയിങ്? നമുക്ക് ശരിക്കും അത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇസ് ഇറ്റ് എയർ ഇന്ത്യ ഓർ ഇസ് ഇറ്റ് ബോയിങ്? സോ വെൽക്കം ബാക്ക്. യു ആർ ലിസണിങ് ടു വിഷൻ സ്റ്റാഫ് റൈറ്റ് ഹിയർ. എന്തുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ്സോ എയർ ഇന്ത്യയോ എൻ്റെ വീട്ടിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു? നമ്മൾ ഒരു പ്രാവശ്യം എയർ ഇന്ത്യയിൽ വന്നു. എൻ്റെ എയർ ഇന്ത്യയിൽ വന്നത് അത് ബിസിനസ് ക്ലാസ്സിലാണ് വന്നത്. എമിറേറ്റ്സിൻ്റെ എക്കണോമിക് ക്ലാസ് ഇസ് ബെറ്റർ ദാൻ എയർ ഇന്ത്യ ബിസിനസ് ക്ലാസ് തന്നെയാണ് പറഞ്ഞത്. ആൻഡ് അത് എന്തോ ഒരു പ്രൊമോഷൻ്റെ ഭാഗത്ത് നമ്മൾ എയർ ഇന്ത്യ എക്കണോമിക് ക്ലാസ്സാണ് എടുത്തത്. പക്ഷേ എന്തോ ഒരു പ്രൊമോഷൻ്റെ ഇതിൽ എൻ്റെ സിസ്റ്ററിനും എൻ്റെ മദറിനും എനിക്കും കൂടി ബിസിനസ് ക്ലാസ് കിട്ടി. ആൻഡ് ദ ഓൺലി തിങ് ഇസ് ദാറ്റ് യു ഗെറ്റ് ദ ഫുഡ് ഫസ്റ്റ്, ആൻഡ് അതിൻ്റെ ഇടയിൽ എന്തോ ഒരു ഡെസേർട്ടും കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടും. ഐ മീൻ ആൻഡ് എയർ ഇന്ത്യയുടെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് കിണ്ണം ഫുഡ്. ഐ ലൈക്ക് എയർ ഇന്ത്യാസ് ഫുഡ്. ദാറ്റ്സ് ആക്ച്വലി വെരി ഗുഡ്. സോ നമ്മളിനി പറയാൻ പോകുന്നത് ഇറ്റ്സ് ഗോണ ബി വൺ ഓഫ് ദി ഒരു സാഡ് ന്യൂസസ് ഇൻ ഇന്ത്യ. ദാറ്റ്സ് വൺ ഓഫ് ദി ഇന്ത്യൻ ഏവിയേഷൻ ഹിസ്റ്ററിയിൽ ഇത്ര ഒരു ഒരു എണ്ണത്തിൽ ആൾക്കാർ മരിച്ചെന്നും കാണില്ല. ആൻഡ് ഇതൊരു കരിപ്പൂർ വിമാന അപകടത്തിന് ശേഷം ഞാൻ കാണുന്ന ഒരു അപകടമാണ് ഇത്. ആൻഡ് ദിസ് ഓൾ ഇസ് റിസോൾവിങ് അറൗണ്ട് എയർ ഇന്ത്യ. ആൻഡ് വാട്ട് ഇസ് വിത്ത് എയർ ഇന്ത്യ? ആൻഡ് എന്തുകൊണ്ടാണ് എൻ്റെ പാരൻസ് എനിക്കത് മനസ്സിലാവുന്നില്ല. കാരണം ഇറ്റ്സ് ദ സേഫ്റ്റി ഫസ്റ്റ് തിങ്, പിന്നെ ഈ ടൈമിങ്ങിൻ്റെ കാര്യം. സോ വെൻ വിൽ ദിസ് എയർ ഇന്ത്യ ഇഷ്യൂ ഗെറ്റ് സോൾവ്ഡ്? പുതിയ CEO ഒക്കെ വന്നു. CEO മറ്റേ സാം ചുയി ഈസ് എയർലൈൻ റിവ്യൂ ഓഫ് വൺ ഓഫ് ദി മോസ്റ്റ് ഫോളോഡ് ഏവിയേഷൻ കണ്ടൻറ് ക്രിയേറ്റർ. ആൻഡ് ഹി ഗോസ് ടു എയർ ഇന്ത്യ CEO ആൻഡ് കാര്യങ്ങളിങ്ങനെ ചോദിച്ചിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ അങ്ങനെ. അപ്പോൾ ഹി വാസ് ലൈക്ക് ടാറ്റ ഇപ്പോൾ എടുത്തു ആൻഡ് ഹി വാസ് അപ്പോയിൻറ്റഡ്, നൗ വിൽ റിസോൾവ് ദ ഇഷ്യൂ ആൻഡ് സ്റ്റഫ് അങ്ങനെ പറഞ്ഞു. ബട്ട് ഐ സ്റ്റിൽ ഡോണ്ട് തിങ്ക് ദ ഇഷ്യൂസ് ആർ റിസോൾവ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ്സ് അവിടെയും ഇവിടെയും ക്യാൻസലാവും. എയർ ഇന്ത്യയുടെ ഈ സേഫ്റ്റിയും ഓരോ കാര്യത്തിനും ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് പോകുന്ന ഒരു ഫ്ലൈറ്റാണ് എയർ ഇന്ത്യ. ഐ മീൻ ഇങ്ങനത്തെ ഒരു കാര്യം കൊണ്ടുപോകണമെങ്കിൽ നീക്കൊന്നും ഡോണ്ട് ജസ്റ്റ് സ്റ്റോപ്പ് ദിസ്. പീപ്പിൾ ആർ നോട്ട് ഗോണ ലൂസ് എനിത്തിങ് ബിക്കോസ് ഇഫ് എയർ ഇന്ത്യ ആൻഡ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇസ് നോട്ട് there, Indigo will be there, then other flights will be there. There are new people who's coming into this aviation industry. വെറുതെ എന്തിനാണിത് പ്രൈവറ്റൈസ് ചെയ്തിട്ടും അത് കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ. ആൻഡ് അനദർ ഇൻസിഡൻറ്റ് ഇസ് ദാറ്റ് തനേജ ഗൗരവ്, ഹീസ് ഫ്ലൈയിങ് ബീസ്റ്റ്, യൂട്യൂബിൽ ഫ്ലൈയിങ് ബീസ്റ്റ് എന്ന് നമുക്ക് അറിയപ്പെടുന്ന തനേജ ഗൗരവ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഇന്ത്യ ഡസൻ കെയർ അബൌട്ട് ദ പാസഞ്ചർ, ഓക്കെ, ഡസൻ കെയർ അബൌട്ട് ദ എൻജിനീയർ, ഡസൻ കെയർ അബൌട്ട് ദ staff, passengers and the workers. Because ആൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി വാസ് എ പൈലറ്റ് ഇൻ എയർ ഏഷ്യ. ആൻഡ് ആൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ എയർ ഏഷ്യയും എയർ ഇന്ത്യയും തമ്മിൽ ഒരു പ്രൈവറ്റൈസേഷൻ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഇത് ഉള്ളതുകൊണ്ടാണ് എയർ ഏഷ്യ എയർ ഇന്ത്യയും കൂടി ഇപ്പോഴങ്ങനെയാണ് പോകുന്നതാണ് പറഞ്ഞിട്ട്. ഈ പ്രൈവറ്റൈസേഷനിൽ എയർ ഇന്ത്യ എഞ്ചിനീയേഴ്സ് സർവീസ് ലിമിറ്റഡ് എന്നൊരു സെപ്പറേറ്റ് ഒരു ഫേം ഉണ്ട്, ഓക്കെ. അവർ വരെ പറഞ്ഞു പ്ലീസ് പ്രൈവറ്റൈസ് അസ്, ബട്ട് ബിക്കോസ് ഓഫ് ദ സാലറി വാസ് വെരി ലോ ആൻഡ് ദ ഫെസിലിറ്റീസ് വിച്ച് ദ ഗെറ്റിംഗ് ഇസ് വെരി ലോ. സോ ഈ ഒരു കാര്യത്തിന് ഈ എയർ ഇന്ത്യ എഞ്ചിനീയേഴ്സ് തന്നെ ഇപ്പോൾ ഒരു സ്മോൾ ഇതാണെങ്കിൽ അവർ നോക്കില്ല, ദേ ജസ്റ്റ് അപ്രൂവ് ഇറ്റ് ആൻഡ് ദേ ഗിവ് ഇറ്റ്. ആൻഡ് അതാണ് പറയുന്നത്, ബിക്കോസ് ഇഫ് എയർ ഇന്ത്യ സോൾവ്സ് ഓൾ ദിസ് ഇഷ്യൂ ദെൻ ഇറ്റ് വിൽ ഗോ. ദെൻ അല്ലെങ്കിൽ നീക്കൊന്നും നടത്തണ്ട, അതാണ് സത്യം പറയുന്നത്, ഒന്നും നടത്തണ്ട. എന്തിനാണ് ഇത്ര ആൾക്കാരുടെ ജീവിതം ഇത്ര ഒരു രീതിയിൽ നടത്തുന്നത്? ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്തു, ബട്ട് ഐ എം ടെലിംഗ് ദ പീപ്പിൾ ഹാവ് നോട്ട് ലോസ്റ്റ് ലൈഫ്.
ആ ഒരു ട്രെയിനിങ്. ആൻഡ് എയർ ഇന്ത്യയെ അകത്ത് തന്നെ ഇരിക്കുമ്പോൾ ഒരു പേടികൊണ്ടല്ല ആൾക്കാർ ഇരിക്കുന്നത്. AC ഓഫാക്കി ഇടാറില്ല, പെട്രോൾ ലാഭിക്കാനൊന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടി കണ്ടെന്നാണ്. എയർ ഇന്ത്യയിൽ അവിടെ എയർ ഇന്ത്യ ഫ്ലൈറ്റിൻ്റെ വരുമ്പോൾ ആൾക്കാർ മൂത്രമൊഴിക്കുന്നതാണെന്നും ആൾക്കാർ ഛർദ്ദിക്കുന്നതാണെന്നും. ബിക്കോസ് ഇറ്റ്സ് എയർ ഇന്ത്യ. ബിക്കോസ് ആ ഒരു ഇത് മാത്രമേ ആൾക്കാർ എയർ ഇന്ത്യക്ക് വില കൊടുക്കുന്നുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് ദ സർവീസ് വിച്ച് ഇസ് ഓഫേർഡ് ബൈ എയർ ഇന്ത്യ. ആൻഡ് ആ എയർ ഇന്ത്യ എന്നൊരു ഫ്ലൈറ്റ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യം പൊട്ടിക്കാനെ ഒട്ടിച്ച് വെക്കുന്ന ഒരു കാര്യമാണ് എയർ ഇന്ത്യക്ക് ഉള്ളത്. ഓക്കെ, ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ സെഡ്. the sad thing in aviation industry and one of the Indian aviation industry and aviation industry, and ഇന്ത്യക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ചരിത്രത്തിൽ പോലും നടന്നിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലോട്ട് പോകുന്ന എയ്റോപ്ലെയിനാണ് ബോയിങ് 787 ഡ്രീം ലൈനർ എയർ ഇന്ത്യ 171. 242 ആൾക്കാരാണ് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നത്. 2 പൈലറ്റ്, 10 ക്യാബിൻ ക്രൂ ആൻഡ് റെസ്റ്റ് പാസഞ്ചേഴ്സ്. ദാറ്റ്സ് അറൗണ്ട് 230 പാസഞ്ചേഴ്സ്. ബട്ട് ഞാൻ ചോദിക്കട്ടെ, 2 പൈലറ്റ് കൊണ്ട് എങ്ങനെയാണ് അഹമ്മദാബാദ് ടു ലണ്ടൻ പോകുന്നത്? കാരണം എമിറേറ്റ്സിലൊക്കെ ദുബായ് ടു ലണ്ടൻ പോകുമ്പോൾ എമിറേറ്റ്സിലൊക്കെ 3 പൈലറ്റുകളാണ് ഉണ്ടാകുന്നത്. ഒരു കോ പൈലറ്റ്, ഫസ്റ്റ് പൈലറ്റ്, ക്യാപ്റ്റൻ ആൻഡ് പിറകിൽ ഒരു പൈലറ്റും കൂടി ഉണ്ട്. ആൻഡ് അങ്ങനത്തെ കാര്യം എന്തുകൊണ്ടാണ് എയർ ഇന്ത്യ എടുക്കാത്തതെന്നാണ് ഫസ്റ്റ് ചോദ്യം. ആൻഡ് ഈ മരിച്ചവരിൽ 53 പേര് ബ്രിട്ടീഷുകാരാണ്, 7 കനേഡിയൻ, 7 പോർച്ചുഗീസുകാരും 1 കനേഡിയനും, ബാക്കി എല്ലാവരും ഇന്ത്യനാണ്. അതാണ് ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത ആൾക്കാരുടെ പാസഞ്ചേഴ്സിൽ ഇത്ര പേരാണ് ഫോറിൻ ഉള്ളത്. ഈ ഫ്ലൈറ്റൊക്കെ ഓടിച്ച പൈലറ്റുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് 8,000 ഫ്ലൈയിങ് ഹവേഴ്സ് ഉണ്ടായിരുന്നു, ഒരാൾക്ക് 3,000 ഫ്ലൈയിങ് ഹവേഴ്സ് ആണ്. 8,000 ഫ്ലൈയിങ് ഹവേഴ്സ് ഉള്ളത് ക്യാപ്റ്റനാണ്, 3,000 ഫ്ലൈയിങ് ഹവേഴ്സ് ഉള്ളത് ഫസ്റ്റ് പൈലറ്റിനാണ്. ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട് വിത്തിൻ ഒരു 10 minutes, 10 to 15 minutes, വിത്തിൻ ഒരു 5 to 10 minutes തന്നെ പൈലറ്റ് ലൈക്ക് ടോൾഡ് ഇറ്റ്സ് മേഡേ. മേഡേ ഈസ് ലൈക്ക് എ സീരിയസ് വാക്ക്, നമ്മൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു സീരിയസ് വാക്ക്. ദാറ്റ് the flight is gonna be in big danger. അതാണ് മേഡേ, that's a code language. ആൻഡ് മേഡേ എന്ന് പറഞ്ഞു. ആൻഡ് then the flight goes, it crashes to BJ Medical College Boys Hostel, UG Hostel. ആൻഡ് ആ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമായിരുന്നു. എത്ര പിള്ളേരുടെ ജീവിതം, ഐ മീൻ ഓരോ ആൾക്കാരുടെ ഫാമിലി അല്ലെങ്കിൽ ഓരോ ഫാമിലിയുടെ ഹോപ്പുകളാണ് ആ ഒരു സമയത്ത് നഷ്ടപ്പെട്ടു പോയത്. ഏവിയേഷൻ ഫ്യൂൾ എന്ന് വെച്ചാൽ നല്ല ഇൻഫ്ലേമബിൾ ഒരു ഫ്യൂളാണ്. ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ് വാസ് എ ബിഗ് ബേസ്റ്റ്, നമുക്ക് പറയാൻ പറ്റും ബിഗ് ബേസ്റ്റ്. ആൻഡ് അതിൻ്റെ ഇടയിൽ ഒരാളാണ് സേവ് ആയത്. ആൻഡ് ഹിസ് നെയിം ഈസ് വിശ്വാസ് കുമാർ രൂപേഷ്. എ ന്യൂ ലൈഫ് ഫോർ ഹിം. ഐ മീൻ I hope he comes back from that traumatic incident, because it remains as a trauma, because it's a second life and there'll be traumas. And he's 40 years old and he's a British citizen. ആൻഡ് 11A എന്ന സീറ്റിൽ, എമർജൻസി എക്സിൻ്റെ 11A എന്ന് പറഞ്ഞൊരു സീറ്റിലാണ് ആൾ ഇരിക്കുന്നത്. ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സമയത്ത് പറഞ്ഞ് തെറിച്ചു പോയെന്നാണ്, രണ്ടാമത്തെ സമയത്ത് പറഞ്ഞാൽ അയാളുടെ അടുത്ത് ചാടിയെന്നാണ്. ലൈക്ക് വി ഡോണ്ട് നോ, ദർ ഷുഡ് ബി ഇൻവെസ്റ്റിഗേഷൻ. ആൻഡ് ഐ ഫീൽ ദർ ഇസ് സംതിങ് ഫിഷി ഓൾസോ ഇൻ ദിസ് എയർ ഇന്ത്യ ആക്സിഡൻറ്റ്, ബിക്കോസ് Dr. Vijay Rupani, he was a ex-chief minister of Gujarat. He also has been passed away. ആൻഡ് അതിൻ്റെ ഇടയിൽ ഒരു മലയാളി രഞ്ജിത എന്ന് പറഞ്ഞൊരു നേഴ്സുണ്ട്. ആളൊരു ഗവൺമെൻറ് നേഴ്സാണ്. ഗവൺമെൻറ് നമ്മൾ ലീവൊക്കെ എഴുതി കൊടുത്തു പോലും, അപ്പോൾ വീണ്ടും ലീവൊന്ന് പുതുക്കാൻ വേണ്ടി വന്നതാണ്. ആൻഡ് വെൻ ഷി വാസ് റിട്ടേണിങ് ബാക്ക് ടു ലണ്ടൻ, ഷി വാസ് ഗോയിങ് ത്രൂ അഹമ്മദാബാദ്. കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. എപ്പോഴും ആൾക്കാരെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ ആൾക്കാരെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഓരോ ഫ്ലൈറ്റിൻ്റെ പാർട്സും ഇങ്ങനെ സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ദേ ആർ ഗെറ്റിംഗ് ടു ഫൈൻഡ് ന്യൂ ബോഡീസ് ആസ് വെൽ. ആൻഡ് 290 people are found dead till now, and rest in peace to all of them. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലഞ്ച് ടൈം, ആ ഒരു മെസ്സിൽ, നമ്മൾ മെസ്സിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പ്ലേറ്റിൽ ഫുഡൊക്കെ നിറച്ച് വെള്ളമൊക്കെ നിറച്ച് ആൾക്കാരൊന്നും ഇരിക്കുന്ന സമയത്താണ് ഈ ഫ്ലൈറ്റ് വന്ന് ഡയറക്റ്റ് ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് വന്ന് ഇങ്ങനെ ഇടിക്കുന്നത്. പിന്നെ ഏവിയേഷൻ ഇൻഡസ്ട്രി, ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഏവിയേഷൻ ഇൻഡസ്ട്രി സേഫ്റ്റിയെക്കുറിച്ച് ആൾക്കാർക്ക് ഇപ്പോൾ ഒരു പേടിയാണ്. കാരണം അന്ന് ട്രാവൽ ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാവരും പേടിച്ചിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ പേടിച്ച് ട്രാവൽ ചെയ്യുന്ന അപൂർവം ആൾക്കാർ ഉണ്ട്. പക്ഷേ ഈവൻ മീ, കാരണം ഇറ്റ്സ് ഫ്ലൈറ്റ്. ആൻഡ് പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 1 in 880,000 ഫ്ലൈറ്റാണ് ആക്സിഡൻ്റ് ആവുന്നത്. ആൻഡ് വേറെ ഒരു വെഹിക്കിളിലും വേറെ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിലും ഇത്ര ലോ ആക്സിഡൻറ്റ്സ് പ്രോബിലിറ്റി ഇല്ല. ഈ ഒരു ടാറ്റയാണല്ലോ എയർ ഇന്ത്യ ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ ടാറ്റ ഇഷ്യൂ ചെയ്ത 3 കാര്യമുണ്ട്. 1 crore for the people's family who are found dead,
ആൻഡ് നമ്മളെ BJ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ തിരിച്ച് പണിത് കൊടുക്കും, ബിൽഡിംഗ് പണിത് കൊടുക്കും. ആൻഡ് രണ്ടാമത് വേറെ എക്സ്പെൻസ്, അതായത് ആ ഒരു ഇൻസിഡൻറ്റ് നടന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് എല്ലാവരുടെ എക്സ്പെൻസ് ടാറ്റ കവർ ചെയ്യുമെന്ന് പറഞ്ഞു. ഈ ഡൽഹി ടു അഹമ്മദാബാദ് ഒരു ഫ്ലൈറ്റ് അതിന് മുമ്പ് നടന്നിരുന്നു. ആൻഡ് ഡൽഹി ടു അഹമ്മദാബാദ് ഉപയോഗിച്ച ഫ്ലൈറ്റ് തന്നെയാണ് ഇവർ അഹമ്മദാബാദ് ടു ലണ്ടൻ പോകുന്നത്. ഈ ഡൽഹി ടു അഹമ്മദാബാദ് നടന്ന ഫ്ലൈറ്റ് ഒരു പാസഞ്ചർ വീഡിയോ എടുത്ത് ട്വിറ്റർ എക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അബൌട്ട് വൈ ദ TVs ആർ നോട്ട് വർക്കിംഗ്, വൈ ദ ACs ആർ നോട്ട് വർക്കിംഗ്. എന്തോ ഒരു മിസ്റ്റേക്ക് ആ ഫ്ലൈറ്റിൽ ഉണ്ടെന്ന് ആൾക്ക് തന്നെ തോന്നിയ ആൾ ആ വീഡിയോ എടുത്ത് എക്സിൽ ഈ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടാണ് ഇടുന്നത്. ആൻഡ് ഹി വാസ് നിയർ ദെയർ ഇൻ ദ ന്യൂസ് ആസ് വെൽ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആക്സിഡൻ്റ് ഇടയിൽ ഒരു ഭഗവത്ഗീത, അതായത് ഹിന്ദുസിൻ്റെ ഒരു ഹോളി ബുക്കാണ് ഭഗവത്ഗീത കത്തിക്കരിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞൊരു ന്യൂസ് ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് കാണിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഗോട്ട് 2.3 മില്യൺ ലൈക്സ്. അപ്പോൾ അതിനകത്ത് കമൻറ്റിൽ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻസ് സെൻറ്റിമെൻ്റൽ ഓപ്പർച്യൂണിസം വിത്ത് എക്സാമ്പിൾ. അതാണ് ഈ ഒരു വീഡിയോയിൽ ഈ കമൻറ്റ് വന്നത്. ഓക്കെ, ആൻഡ് അനദർ കാര്യം എന്ന് വെച്ചാൽ അനദർ കമൻറ്റ് എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ദൈവം ബുക്കിനെ സേവ് ചെയ്തു ആൻഡ് വൈ നോട്ട് പീപ്പിൾ. ലൈക്ക് ഗൈസ് 290 പീപ്പിൾ ആർ ഫൗണ്ട് ഡെഡ്. ആൻഡ് ഇവിടെ ഒരു ഹോളി ബുക്കിനെ കുറിച്ചാണ് ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കമോൺ, പീപ്പിൾ ഹാവ് ലോസ്റ്റ് ദെയർ ലൈഫ്, ലൈക്ക് പീപ്പിൾ ഹാവ് ലോസ്റ്റ് ദെയർ ലൈഫ് ആൻഡ് സ്റ്റിൽ ദേ ടോക്ക് അബൌട്ട് വൈ ദ ബുക്ക് എന്തുകൊണ്ട് കരിഞ്ഞില്ല, ബുക്ക് എന്തുകൊണ്ട് കരിഞ്ഞു പോയിട്ടില്ല എന്ന്. ആൻഡ് CM നമ്മളെ ഗുജറാത്തിൻ്റെ എക്സ് ചീഫ് മിനിസ്റ്റർ, ആളുടെ ഫേവറേറ്റ് നമ്പർ 12/6 ആൻഡ് ഹി വാസ് ഫൗണ്ട് ഡെഡ് ഇൻ 12/6 June 2025. ആൻഡ് വേറെ എന്താണെന്ന് വെച്ചാൽ മിഡ് ഡേ ന്യൂസ് പേപ്പർ വിച്ച് വാസ് ദെയർ ഇൻ ഇന്ത്യ. അതിലൊരു കിഡ്സാനിയ ഒരു ഫ്രണ്ട് പേജ് ഉണ്ട്. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ് ന്യൂസ് പേപ്പർ വാസ് പബ്ലിഷ്ഡ് ഓൺ 12th June. ആൻഡ് ആ ഒരു ബിൽഡിങ്ങിൽ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടി പോകുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് പീപ്പിൾ ടെല്ലിങ് ആ ഒരു ന്യൂസ് പേപ്പർ അന്ന് പബ്ലിഷ് ആയി. നോ, ഇറ്റ് വാസ് ഓൺ June 2021. നമുക്ക് ശരിക്കും അറിയില്ല ശരിക്കും എന്താണ് കാര്യം. ലൈക്ക് ദർ ഇസ് സംതിങ് ഫിഷി ഇൻ ദിസ്. ദാറ്റ്സ് അക്കോർഡിംഗ് ടു മൈ ഒപ്പീനിയൻ ദർ ഇസ് സംതിങ്. കാരണം അന്വേഷണത്തിന് ഇത്ര ഒരു സ്ലോനെസ് എടുക്കുകയാണ്, എല്ലാത്തിനും ഒരു പതുക്കെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ദർ ഇസ് സംതിങ് ഫിഷി ഐ ഗെസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദർ ഇസ് സംതിങ് ബാക്ക് സ്റ്റോറി അബൌട്ട് ദിസ് ഫ്ലൈറ്റ് ആക്സിഡൻറ്റ്. ഫോർ മീ ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. പിന്നെ ഈ ആൾ, അതായത് ഈ ജീവിച്ചിരിക്കുന്ന ആൾ, ആ ഒരാൾ പിന്നെ ആ ഒരു ഫ്ലൈറ്റിൽ നിന്ന് എസ്കേപ്പ് ആയിട്ട് നടന്നാണ് പറഞ്ഞത്. അഡ്രിനാലിൻ റഷ്, ആ ഒരു അഡ്രിനാലിൻ റഷ് ആകുമ്പോൾ ഒരു വേദന ഒന്നും കാണുമല്ലോ, നടന്നാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരാൾ എസ്കേപ്പ് ആയതും ഇയാൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഇയാൾ ഡോറ് തുറന്ന് ചാടിയതും, മറ്റേത് ഇയാൾ സീറ്റിൽ നിന്ന് ബേസ്റ്റ് ആയെന്നാണ് പറഞ്ഞത്. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്കറിയില്ല എന്താണ് ശരിക്കും അവിടെ നടന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ദർ ഇസ് എ പ്രോഫറ്റ് ഇൻ ശ്രീലങ്ക ഹൂസ് നോൺ ആസ് ജോസഫ്. 2024 ആൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇന്ത്യയുടെ നാഷണൽ കരിയർ എയറിൽ ആക്സിഡൻ്റ് ആകുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് വേറൊരു സൈഡിൻ്റെ ഒരു ഫാമിലി ഫുള്ള് ഒരു പുതിയ ജീവിതത്തിന് പോവുകയാണ്. ലൈക്ക് ഡോക്ടർ കോമി വിയാസ് ആൻഡ് ഹർ ഹസ്ബൻഡ് ആൻഡ് 3 kids. 6 വർഷം കഴിഞ്ഞ് 6 വർഷത്തിന് മുമ്പ് ഇവരൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ദെൻ ദേ ഡ്രോപ്ഡ്. ദെൻ ബോത്ത് ഓഫ് ദം റിസൈൻഡ്. ആൻഡ് ദെൻ ഫുൾ ഫാമിലി ആയിട്ട് എല്ലാ പെട്ടിയും കിടക്കയായിട്ട് എല്ലാം എടുത്ത് they were planning to go to UK and now they're gone forever. Rest in peace for them. And very sad, കാരണം ഒരു ഫാമിലി ഫുള്ള് ഒരു പുതിയ ജീവിതത്തിന് തുടക്കം ഇട്ട ഒരു സമയമായിരുന്നു. ആൻഡ് ദെൻ ദ ഫ്ലൈറ്റ് ക്രാഷസ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർ ഇന്ത്യ ഡസൻറ്റ് കെയർ അബൌട്ട് ദെയർ പാസഞ്ചേഴ്സ് ഓർ ദെയർ ഇത്. പിന്നെ നമ്മളെ ബോയിങ്ങിനെ കുറിച്ച് നമുക്ക് പറയണം. ദ ബോയിങ് കമ്പനി, ബിക്കോസ് എല്ലാ കാര്യങ്ങളും ബോയിങ് ആണല്ലോ. ബോയിങ് 777-300ER അല്ലെങ്കിൽ ബോയിങ് അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ബോയിങ് എന്നൊരു കമ്പനിയെക്കുറിച്ച് നേരത്തെ ഒരു 10 വർഷം വർക്ക് ചെയ്ത ഒരാളുടെ ഒരു സ്പീച്ചാണ് ഇപ്പോൾ പോകുന്നത്. ആളൊരു കേസ് കൊടുത്തിരുന്നു ടു FAA. അവരാണ് ഈ എയറോപ്ലെയിനെ കുറിച്ചുള്ള ഇത് എന്താ പറയുക കേസൊക്കെ ഇവരാണ് നോക്കുന്നത്. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോയിങ്ങിൽ ഇവർക്ക് എൻജിനീയേഴ്സിന് പ്രഷർ കൊടുക്കുകയാണ്, ലൈക്ക് ടു പുട്ട് ദ പാർട്സ് ഈവൻ ഇഫ് ഇറ്റ്സ് നോട്ട് ഫിറ്റഡ്, അല്ലെങ്കിൽ വേറെ പാർട്സ് വയ്ക്കാനോ അങ്ങനെയെങ്കിലും അവരെ ഒരു പണി തീർക്കാനുള്ള ഒരു പ്രഷർ കൊടുക്കുകയാണ്. ആൻഡ് ബോയിങ് ഡസൻറ്റ് കെയർ അബൌട്ട് ദ പാസഞ്ചർ സേഫ്റ്റി. ഇറ്റ് ഈസ് ജസ്റ്റ് ദ നെയിം. ആൻഡ് ബോയിങ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കൊണ്ട് ബോയിങ്ങിൻ്റെ സ്റ്റോക്സ് പെട്ടെന്ന് താഴ്ന്നു പറഞ്ഞാണ്. ആൻഡ് വി ക്യാൻ സി എ ടൈം വെയർ ദർ ആർ നോ മോർ ബോയിങ് ഫ്ലൈറ്റ്സ് ഗോണ ഫ്ലൈ.
സോ അതാണ് ഞാൻ ആദ്യം തന്നെ ചോദിച്ചത്, ഇസ് ഇറ്റ് എയർ ഇന്ത്യ ഓർ ഇസ് ഇറ്റ് ബോയിങ്? ആൻഡ് പിന്നെ നിങ്ങളെ ഒരു അഭിപ്രായം ഈ ഒരു എന്താ പറയുക ഈ ഒരു സിറ്റുവേഷനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറയാം. ആൻഡ് യു ക്യാൻ സേ ഇറ്റ് ഇൻ ദ കമൻറ്റ്സ് ഓർ യു ക്യാൻ മെസ്സേജ് മീ. And we have started a new Instagram page called Vishesham with Nastaf in Instagram, and make sure to follow that. So അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു വിശേഷം ഞാൻ വീണ്ടും കാണുകയും. Once again, thank you for tuning in, and you're listening to Vishesham Nastaf right here.